വരികയും ചെയ്യും. ആ കൊച്ചു 2008 മുതൽ ഈ 24 വരെ 16 വർഷം ഫെഫ്കയുടെ പ്രധാനപ്പെട്ട എല്ലാ യോഗങ്ങളും നടന്ന ഈ ഹോളിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പരിപാടി. അതും ഞാൻ ആലോചിക്കുകയായിരുന്നു, തീർച്ചയായിട്ടും ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ദിനേശിനെ പരിചയപ്പെട്ട കാലം മുതൽ ഇന്നേ ദിവസം വരെ ദിനേശിനെ ഒരിക്കലും അകറ്റി നിർത്താൻ ശ്രമിച്ചിട്ടുണ്ടാവില്ല. ദിനേശിൻ്റെ പെരുമാറ്റം എപ്പോഴും വളരെ മാന്യമായ രീതിയിൽ തന്നെയായിരിക്കും. ഞാൻ സിനിമയിൽ വന്നതിന് ശേഷം നിരവധി PR-മാരുമായിട്ട് പരിചയപ്പെട്ടിട്ടുണ്ട്. ഞാൻ സിനിമയിൽ വരുന്ന കാലത്ത് ഞാൻ ജൂബിലിയുടെ ന്യൂഡൽഹി എന്ന് പറഞ്ഞ സിനിമയിലൂടെയാണ് വരുന്നത്. അപ്പോൾ അന്ന് രഞ്ജി കോട്ടയം എന്ന് പറയുന്ന ഒരു PR ഉണ്ടായിരുന്നു. അതിനുശേഷം പിന്നീട് ഐമനം സാജൻ എന്ന് പറയുന്ന ഒരു PR ഉണ്ടായിരുന്നു. അബ്രഹാം ലിങ്കൺ ഉണ്ടായിരുന്നു. പിന്നെ വാഴൂർ ജോസ് വന്നു. പിന്നീടാണ് ദിനേശ് ദിനേശ് എന്ന് പറയുന്നത് ദിനേശ് PR-ആയിട്ട് വരും. ദിനേശിനെ പരിചയപ്പെട്ട കാലം മുതൽ ഇന്ന് വരെ ദിനേശിനെ കുറിച്ച് നമുക്ക് നല്ലതേ പറയാനുണ്ട്, നല്ല ഓർമ്മകളേ ഉള്ളൂ. മാന്യമായ പെരുമാറ്റം. ദിനേശ് ഒരു സെറ്റിൽ വന്നു കഴിഞ്ഞാൽ നമ്മളൊന്ന് വിഷ് ചെയ്തെന്നിരിക്കും. പിന്നീട് ദിനേശ് നമ്മുടെ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാൻ പറ്റില്ല. ഒരു PR എന്ന് പറഞ്ഞാൽ ഒരു സിനിമയുടെ PR വർക്ക്സിന് ഉള്ളൊരു ഇമ്പോർട്ടൻസ് വളരെ വലുതാണ്. ഒരു സിനിമ നിർമ്മാണം ആരംഭിച്ച് അതിൻ്റെ ഷൂട്ടിംഗ് തുടങ്ങി കഴിയുമ്പോൾ മുതൽ ഈ സിനിമ ജനങ്ങളിലേക്ക് എത്തിക്കുകയും ഈ സിനിമ കാണാനുള്ളൊരു പ്രേരണ ജനങ്ങൾക്കുണ്ടാക്കുകയും ചെയ്യുക എന്നതാണ് ഒരു PR-യുടെ ഏറ്റവും പ്രധാനപ്പെട്ട ജോലി. അപ്പോൾ അതിന് അദ്ദേഹം ഏതൊക്കെ മാഗസിനുകളിൽ ഏതൊക്കെ മീഡിയകളിൽ ഈ സിനിമയെക്കുറിച്ചുള്ള വാർത്തകൾ കൊടുക്കണം, ഈ സിനിമയെക്കുറിച്ചുള്ള ഒരു നല്ല ഇമ്പാക്റ്റ് ഉണ്ടാക്കണം, ഈ സിനിമ വന്നാൽ തിയേറ്ററിൽ പോയി കാണണമെന്നൊരു തോന്നൽ ജനങ്ങളിൽ ഉണ്ടാക്കണം. അതാണ് ഒരു PR ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ജോലി. അത് വളരെ സ്തുത്യർഹമായ രീതിയിൽ നിർവഹിക്കുന്ന ഒരാളാണ് ദിനേശ്. അല്ലാതെ ദിനേശ് സെറ്റിൽ വന്ന് ആവശ്യമില്ലാത്ത കാര്യം എൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് ദിനേശ് ഒറ്റ ഫോൺ കോളിൽ എന്നോട് ഈ കർമ്മം നിർവഹിക്കണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ ഞാൻ വന്നോളാം എന്ന് പറഞ്ഞത് വളരെ സന്തോഷപൂർവ്വം ഇന്ന് ദിനേശിൻ്റെ ഈ പുസ്തകത്തിൻ്റെ പ്രകാശനം നിർവഹിച്ചു. സിവിച്ചാൻ പറഞ്ഞതുപോലെ ഈ പുസ്തകം ഒരുപാട് പേര് വായിക്കട്ടെ. വായന എന്ന് പറയുന്ന സ്വഭാവം ജനങ്ങളിൽ നിന്ന് അകന്നു പോകുന്നൊരു കാലഘട്ടത്തിലാണെങ്കിൽ പോലും ഒരുപാട് പേര് ഈ പുസ്തകം വായിക്കാൻ ഇടവരട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ ഈ പുസ്തകത്തിൻ്റെ പ്രകാശന കർമ്മം ഔദ്യോഗികമായി നിർവഹിച്ചതായി പുസ്തകം വായിക്കാവുന്നതുകൊണ്ട് ഈ പുസ്തകത്തെക്കുറിച്ചുള്ളൊരു ഒന്നും പറയാൻ സാധ്യമല്ല. ദിനേശിൻ്റെ ഈ ഒരു സംരംഭം ദിനേശിൻ്റെ കയ്യിൽ എഴുതുന്ന ചില വിദ്യകളുണ്ടെന്നുള്ളത് ഇപ്പോഴാണ് തിരിച്ചറിയുന്നത്. ഏറെക്കാലമായിട്ട് ഒരാളെ സിനിമയിലെ PR എന്നുള്ളത് വളരെ നല്ല രീതിയിൽ പ്രവർത്തിച്ചു വരുന്ന അദ്ദേഹം മുഖ്യ പരിപാടിയായ പുസ്തക പ്രകാശനമാണ് നടക്കാൻ പോകുന്നത്. ഇത് നിർവഹിക്കാനായി അമ്മ ജനറൽ സെക്രട്ടറിയും പ്രിയ നടനുമായ ബഹുമാനപ്പെട്ട സിദ്ദിഖ് സാറിനെ ക്ഷണിക്കുന്നു. സിദ്ദിഖ് സാർ ഈ പുസ്തകം ഫെഫ്ക